ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി ഇൻ PSC. ഇനി വരുന്ന PSC എക്സാമുകളിൽ പൊതുവിജ്ഞാനത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പഞ്ചസിദ്ധാന്തിക, ബൃഹത്സംഹിത എന്നിവ രചിച്ചത് വരാഹമിഹിരൻ. പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ഡൽഹൌസി. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴ. പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമുലസ്. പഞ്ഞിക്കെട്ട് പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമുലസ്. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം. പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം. പരന്ത്രീസു ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷ ഏത്? ഫ്രഞ്ച്. പരമവീരചക്രം രൂപകൽപ്പന ചെയ്തതാര്? സാവിത്രി ഖനോൽക്കർ. പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികൻ കണാദൻ. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. പഴയ കൽക്കട്ട നഗരത്തിൻ്റെ സ്ഥാപകൻ ജോബ് ചാർണോക്ക്. പഴയ കൽക്കട്ട നഗരത്തിൻ്റെ സ്ഥാപകൻ ജോബ് ചാർണോക്ക്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി കേണൽ ആർത്തർ വെല്ലസ്ലി. പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി കേണൽ ആർത്തർ വെല്ലസ്ലി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുതേ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി കേണൽ ആർത്തർ വെല്ലസ്ലി. ഓക്കെ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം. പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം. പവനാറിൽ പരന്ധാമ ആശ്രമം സ്ഥാപിച്ചത് വിനോബ ഭാവെ. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം. പഷ്തൂണുകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? അഫ്ഗാനിസ്ഥാൻ. പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ബിക്കിനി അറ്റോൾ. പസഫിക് സമുദ്രവുമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് K. ദാമോദരൻ. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് K. ദാമോദരൻ. പാലിന് രുചി നൽകുന്നത് ലാക്ടോസ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി. പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി നരസിംഹറാവു. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30. പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30.
കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ഇ.കെ. നായനാർ. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ഇ.കെ. നായനാർ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ബ്രിട്ടനിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി വിക്ടോറിയ ക്രോസ്. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ മലയാളി വനിത അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ വി.എസ്. നൈപ്പോൾ. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ വി.എസ്. നൈപ്പോൾ. ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത്? ഗോയിറ്റർ. ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത്? ഗോയിറ്റർ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്? ടൈറ്റാനിയം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്? ടൈറ്റാനിയം. ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിലുള്ളത്? ബാബർ. ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിലുള്ളത്? ബാബർ. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത്? ബാബർ. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത്? ജഹാംഗീർ. ഏത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വാറൻ കമ്മീഷനെ നിയമിച്ചത്? ജോൺ എഫ് കെന്നഡി. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര യൂറോപ്പ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര യൂറോപ്പ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പയസ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പയസ്. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. വികലാംഗർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് പാരാലിമ്പിക്സ്. വികലാംഗർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് പാരാലിമ്പിക്സ്. ഒഡീഷയുടെ മില്ലേനിയം നഗരം എന്നറിയപ്പെടുന്നത് കട്ടക്ക്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനം കട്ടക്ക്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ. ശരീരത്തിലെ രാസപരീക്ഷണശാല കരൾ. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. ശതവാഹന വംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ഗൗതമിപുത്ര ശതകർണി. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കൈകാര്യം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. പാലിത്താന ഏതു മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധം? ജൈനർ. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസീൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസീൻ. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ്. പാകിസ്ഥാന്റെ സാംസ്കാരിക ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം ലാഹോർ. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനമുള്ള നദി ഗോദാവരി. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ 1-ാം സ്ഥാനമുള്ള നദി ഗോദാവരി. ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക്. ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക്. ബിസ്മില്ല ഖാൻ അറിയപ്പെടുന്നത് ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ട്? ഷെഹനായി. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏതു സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 കലാപം. ഭാഗീരഥിയും അളകനന്ദയും
സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. ഭാഗധേയത്തിൻ്റെ മനുഷ്യർ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഭിട്ടാർകർണിക കണ്ടൽക്കാട് ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ഭിട്ടാർകർണിക കണ്ടൽക്കാട് ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഭീംടേക്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഭീംബേട്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ ലഹള. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ ലഹള. ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? AD 1793. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം? 1919. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം 1919. യൂറോപ്പിൻ്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം? കൺകറന്റ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം? കൺകറന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, കൊൽക്കത്ത. ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം എവിടെയാണ്? നിലമ്പൂർ. ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം എവിടെയാണ്? നിലമ്പൂർ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും. രാജാ രവിവർമ്മ അന്തരിച്ച വർഷം? 1906. രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ധവ സംസ്കാര കേന്ദ്രം കാലിബംഗൻ. രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ആസ്ഥാനം ജോധ്പൂർ. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാർ. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാർ. ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത്? ഝലം. ഏത് നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത്? ഝലം. ഏത് നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത്? കാവേരി. ഏത് നദിയുടെ തീരത്താണ് ഈറോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത്? കാവേരി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്